إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ 10-11 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആരാണ് സ്വർഗാവകാശികൾ, ആരാണ് നരകക്കാരൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ഭാഷയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് അല്ലദീനാമനു, സത്യവിശ്വാസികളായ ഒരു കൂട്ടർക്ക്, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ മലക്കുകളെ കൊണ്ടും റസൂലുമാരെ കൊണ്ടും വേദഗ്രന്ഥങ്ങൾ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും ഖദർ കൊണ്ടും വിശ്വസിക്കുന്ന ആ യഥാർത്ഥ സത്യവിശ്വാസികൾക്കും, അതുപോലെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പോലെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് നോക്കൂ, അവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം എന്നല്ലേ? ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പൊറുക്കലുണ്ട്. അവരുടെ ദോഷങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി പൊറുത്തു കൊടുക്കും. വഅജ്റുൻ അലീം, മഹത്തായ പ്രതിഫലം അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം അവർക്ക് ലഭിക്കും, അത് ഉറപ്പായും ലഭിക്കും എന്നാണല്ലോ പറയുന്നത്. ഈ രൂപത്തിൽ സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവരാകണം നമ്മൾ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാകണം. അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, സ്വർഗമുണ്ട്. അതുപോലെ നമ്മുടെ ദോഷങ്ങളൊക്കെയും നമുക്ക് പുറത്തു തരും. ഇതാണ് ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. നേരെ തിരിച്ച് മറുഭാഗമാണെങ്കിലോ, വല്ലദീന കഫറു എന്നാൽ ഒരു കൂട്ടർ അവിശ്വസിച്ച ഒരു കൂട്ടർ, വഖദ്ദബു, അവർ കളവാക്കി, ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ വചനങ്ങളെ, അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കിയവർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സതുപദേശങ്ങളെ കളവാക്കിയവർ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ കളവാക്കിയവർ, ഉലൈക, അക്കൂട്ടർ, അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ, ജഹീം എന്ന നരകത്തിന്റെ ആളാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കുന്നവരായി മാറാൻ പാടില്ല. നാം ഒരു തരത്തിലുള്ള ശിർക്കിലോ കുഫ്റിലോ നാം ഒരിക്കലും അതുമായി ബന്ധപ്പെടാൻ പാടില്ല. നേരെ രൂപത്തിലാണെങ്കിൽ പോലും, അണുകിട രൂപത്തിലാണെങ്കിൽ പോലും, ചെറിയ ഒരു രൂപത്തിലാണെങ്കിൽ പോലും ഒരു ശിർക്കും നമ്മുടെ ഒരു പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരാൻ പാടില്ല. അത് നാം അങ്ങേയറ്റം സൂക്ഷിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഉണർത്തുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യമാണ് അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.